പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉന്മേഷ് ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി കസ്റ്റംസ്. ഗൾഫിലേക്ക് കടന്ന UAE കോൺസുലേറ്റ് ജനറലും അറ്റാഷയും പ്രതികളാകും. സ്വർണ്ണക്കടത്തിൽ ഇരുവർക്കും പങ്കുണ്ടെന്ന് കസ്റ്റംസ്. UAE കോൺസുൽ ജനറലിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും. നോട്ടീസിന് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും ഇരുവരും പ്രതികളാകും. കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതിയുടെ സഹായം സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയെന്ന് CAG. 195.92 കോടി രൂപ പ്രയോജനപ്പെടുത്തിയില്ലെന്ന് നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പരാമർശം. ഗുണഭോക്താക്കൾക്ക് വായ്പ തരപ്പെടുത്തുന്നതിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ പരാജയപ്പെട്ടെന്നും കണ്ടെത്തൽ. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ 6 പോലീസുകാരെ പിരിച്ചുവിടാൻ സർക്കാർ നിർദ്ദേശം. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യും. 5 പേർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. നീക്കം ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ കണക്കിലെടുത്ത് രാജ്കുമാറിന്റെ ബന്ധുക്കൾക്കും ഇരകൾക്കുമായി 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കസ്റ്റഡിക്ക് ശേഷം പ്രതികൾക്ക് ഇനി മുതൽ വിശദമായ വൈദ്യപരിശോധന നിർബന്ധമാക്കും. സഭയിൽ വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. സംസ്ഥാനത്തെ തീരമേഖലയിലെ പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. തീരദേശ ജില്ലകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 5 വർഷം കൊണ്ട് എന്തു പദ്ധതികൾ നടപ്പാക്കിയെന്ന് സർക്കാർ ആത്മപരിശോധന നടത്തണം. പുലിമുട്ട് നിർമ്മാണം കൊണ്ട് മാത്രം ഫലമുണ്ടാകില്ലെന്ന് PC വിഷ്ണുനാഥ് MLA. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തീരത്തു പട്ടിണിയെന്ന പ്രതിപക്ഷ വിമർശനം ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷം കൊണ്ട് കടലാക്രമണം മൂലമുള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കും. സർക്കാർ അനുവദിച്ച ഫ്ളാറ്റുകളിലേക്ക് മത്സ്യത്തൊഴിലാളികളിൽ ചിലർ മാറുന്നില്ല. തീരസംരക്ഷണത്തിന് കേന്ദ്ര സഹായം കൂടി വേണമെന്നും മുഖ്യമന്ത്രി. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതൃത്വത്തിന്റെ വിശദീകരണം തള്ളി അന്വേഷണ സംഘം. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ധർമ്മരാജന് ബന്ധപ്പെട്ടെന്ന മൊഴി വിശ്വസിക്കാതെ പോലീസ്. ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് ചുമതല ഇല്ലെന്നും കണ്ടെത്തൽ. നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. ഫണ്ട് വിതരണത്തിൽ താഴെത്തട്ടിൽ ക്രമക്കേടെന്ന് BJP ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമെന്ന് മുഖ്യമന്ത്രി. എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഡിജിറ്റൽ ക്ലാസുകൾ എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 1-ാം ക്ലാസ്സിൽ പഠനം തുടങ്ങുന്നത് 3 ലക്ഷത്തിലധികം കുട്ടികൾ. CBSE 12-ാം ക്ലാസ് പരീക്ഷ നടത്തിപ്പിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. കോവിഡാനന്തര അസുഖങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാലിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസ് വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ. ഇന്ന് പ്രഖ്യാപനമുണ്ടായില്ലെങ്കിൽ അന്തിമ തീരുമാനം സർക്കാർ മറ്റന്നാൾ കോടതിയെ അറിയിക്കും. ലക്ഷദ്വീപിൽ നിന്ന് രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് മാർഗരേഖ തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി. പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്തവർക്ക് ജാമ്യം അനുവദിക്കാൻ മജിസ്ട്രേറ്റിന് നിർദ്ദേശം. ലക്ഷദ്വീപിൽ നടപടികൾ ശക്തമാക്കിയ അഡ്മിനിസ്ട്രേറ്റർ. ദ്വീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർക്കെതിരെ അന്വേഷണം. ലക്ഷദ്വീപിൽ പുതിയ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമതല. ദ്വീപിന്റെ വികസനവും കോവിഡ് പ്രതിരോധ നടപടികളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി വിശദീകരിക്കും. ഓരോ ദ്വീപിലും താമസിച്ച് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് കളക്ടർ. പൗരത്വ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനാവില്ലെന്നും നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും ലീഗ്. നിയമ ഭേദഗതി പിൻവാതിലിലൂടെ നടപ്പാക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെയും നിർദ്ദേശിക്കാതെ ഗ്രൂപ്പ്. K സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ എതിർക്കേണ്ടെന്നും നിലപാട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരാജയം പഠിച്ച അശോക് ചവാൻ സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറും. UDF കൺവീനർ സ്ഥാനത്തേക്ക് KV തോമസിന്റെ പേരും പരിഗണനയിൽ. മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകം. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് പാർട്ടിയിൽ ഭിന്നത നിലനിൽക്കുന്നതിനിടെ. അവധിക്കപേക്ഷിച്ച ഷിബു ബേബി ജോണും യോഗത്തിൽ. UDF സംവിധാനത്തിനെതിരെ ശക്തമായ വിമർശനം യോഗത്തിൽ ഉയർന്നേക്കും. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ വേഗത്തിലാക്കാൻ സർക്കാർ. കൂടുതൽ വാക്സിൻ എത്തിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുഖ്യമന്ത്രി. 28 ലക്ഷം ഡോസ് വാക്സിൻ ഈ മാസം എത്തും. മലപ്പുറത്ത് 16% വാക്സിൻ മാത്രമാണ് നൽകിയതെന്നത് സത്യവിരുദ്ധമായ പ്രസ്താവനയെന്നും മുഖ്യമന്ത്രി.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് മരുന്ന് ക്ഷാമം തുടരുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 16 പേർ. മരുന്ന് സ്റ്റോക്കില്ലെന്ന് ആശുപത്രി അധികൃതർ. ഒരു രോഗിക്ക് ഒരു ദിവസം വേണ്ടത് 6 വയൽ മരുന്ന്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 1,27,510 കേസുകളും 2,795 മരണവും. രോഗമുക്തി നിരക്ക് 92.09%. റഷ്യൻ നിർമ്മിത കോവിഡ് വാക്സിൻ സ്പുട്നിക്കിന്റെ 3ാമത്തെ ഡോസ് വാക്സിൻ രാജ്യത്തെത്തി. മോസ്കോയിൽ നിന്ന് ഹൈദരാബാദിൽ എത്തിച്ചത് 27.9 ലക്ഷം ഡോസ് വാക്സിൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉടൻ നൽകി തുടങ്ങും. കോവിഡ് രാജ്യത്തെ 9,346 കുട്ടികളെ ബാധിച്ചെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ. 1,742 കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുവെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. 7,464 കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു. കേരളത്തിലെ 952 കുട്ടികളെ കോവിഡ് പ്രതിസന്ധിയിലാക്കിയെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ. കൊല്ലം ബൈപ്പാസിലെ ടോൾ പിരിവ് നിർത്തി. നടപടി യുവജന സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നാളെ പ്രദേശവാസികളുടെ പ്രതിനിധികളുമായി ചർച്ച. ടോൾ പിരിവ് ആരംഭിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി കൊല്ലം ജില്ലാ കളക്ടറെ അറിയിച്ചത് ഇന്നലെ രാത്രി. രാജ്യത്തിന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 26 പൈസയും ഡീസലിന് 24 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോളിന് 94 രൂപ 59 പൈസ, ഡീസലിന് 89 രൂപ 98 പൈസ. കഴിഞ്ഞ മാസം ഇന്ധനവില വർദ്ധിപ്പിച്ചത് 16 തവണ. ലോകായുക്ത വിധിയിൽ നിയമസഭയിൽ മുൻ മന്ത്രി KT ജലീലിന്റെ വിശദീകരണം. സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്താൻ സതുദ്ദേശത്തോടെ ശ്രമിച്ചു. ലോകായുക്ത വിധി അതിന്റെ സാങ്കേതികത ചൂണ്ടിക്കാട്ടി. ചന്ദ്രികയിൽ അഴിമതിപ്പണം കൈമാറ്റം നടത്തിയതിനും ജ്വല്ലറി തട്ടിപ്പ് നടത്തിയതിനുമല്ല തനിക്കെതിരായ വിധിയെന്നും KT ജലീൽ. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് KK രമയുടെ ആദ്യ നിയമസഭാ പ്രസംഗം. കഴിഞ്ഞ 5 വർഷം ആഭ്യന്തര വകുപ്പിൽ അപമാനകരമായ സംഭവങ്ങളുടെ ഘോഷയാത്ര. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി അനാവശ്യം. ആർക്കുവേണ്ടിയാണ് പാവങ്ങളെ സർക്കാർ കുടിയൊഴിപ്പിക്കുന്നതെന്നും KK രമ. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ. UDFന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ചിറ്റയം ഗോപകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെ. അടൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് ഡെപ്യൂട്ടി സ്പീക്കർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിയമസഭയുടെ ചരിത്രത്തിൽ 8ാം തവണ. KSRTC തലപ്പത്ത് അഴിച്ചുപണി. വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ് സെൻട്രൽ സോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. 100 കോടി ക്രമക്കേടിൽ ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാർ അടക്കം തലപ്പത്തുള്ള നിരവധി പേർ ഇന്നലെ വിരമിച്ചിരുന്നു. പൊന്നാനിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. കൈയിലും കാലിലും മുറിവേറ്റ യുവാവ് ചികിത്സയിൽ. പരിക്കേറ്റത് പൊന്നാനി സിവിൽ സ്റ്റേഷൻ സമീപം താമസിക്കുന്ന മുഹമ്മദ് അസ്ലമിന്. വ്യായാമത്തിന് വീടിന് മുന്നിൽ നടക്കുമ്പോൾ ബൈക്കിലെത്തിയ പോലീസ് ലാത്തികൊണ്ട് മർദ്ദിച്ചെന്നാണ് പരാതി. പോക്സോ കേസിൽ കണ്ണൂരിൽ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. പിടിയിലായത് മയിൽ വേശാല നെല്ലിയോട്ടുവയൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി T പ്രശാന്ത്. ബാലസംഘം പ്രവർത്തകരായ 3 വിദ്യാർത്ഥികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് കേസ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരളത്തിലെത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. വായ്പാ തട്ടിപ്പിൽ രാജ്യം വിട്ട വജ്രവ്യാപാരി മെഹുൽ ചോക്സിക്ക് 8-അംഗ ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘം ഡൊമിനിക്കയിൽ. വിദേശകാര്യ മന്ത്രാലയം, CBI, ED, CRPF ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഡൊമിനിക്കയിലെത്തിയത്. CBI, ED ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരായി ചോക്സിക്കെതിരായ തെളിവുകൾ സമർപ്പിക്കും. പശ്ചിമബംഗാൾ മുൻ ചീഫ് സെക്രട്ടറി ആലാപൻ ബന്ദോപാധ്യായക്കെതിരെ നടപടിയുമായി കേന്ദ്ര സർക്കാർ. യാസ് ദുരിതാശ്വാസ ചർച്ചകളിൽ പങ്കെടുക്കാത്തതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് നിർദ്ദേശം. ശ്രീലങ്കൻ ബോട്ടിൽ നിന്ന് തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ പാക് ബന്ധം സ്ഥിരീകരിച്ച NIA. കണ്ടെത്തൽ കേസ് അന്വേഷിക്കുന്ന കൊച്ചി യൂണിറ്റിന്റേത്. കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സാന്നിധ്യമുള്ള കേരള തമിഴ്നാട് തീരങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. ദേശീയ വാർത്തകൾ. സ്വകാര്യ ആവശ്യത്തിന് വിദേശത്ത് നിന്ന് സംഭാവനയായി ലഭിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾക്ക് നികുതി ഏർപ്പെടുത്തിയ നടപടിക്ക് സ്റ്റേ. കേന്ദ്ര സർക്കാർ തീരുമാനം റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി. രാജ്യത്ത് മൊഡേണ സിംഗിൾ ഡോസ് കോവിഡ് ബൂസ്റ്റർ വാക്സിന് അതിവേഗ അനുമതി തേടി മരുന്ന് നിർമ്മാതാക്കളായ സിപ്ല മൊഡേണയുമായി ധാരണയിലെത്തിയതായി കമ്പനി അധികൃതർ. കേന്ദ്ര അനുമതി ലഭിക്കുന്നതിന് പിന്നാലെ രാജ്യത്തെ വാക്സിൻ ലഭ്യത വിപുലമാക്കാനും തീരുമാനം.
ഡൽഹിയിൽ മദ്യത്തിന്റെ ഹോം ഡെലിവറിക്ക് അനുമതി. മൊബൈൽ ആപ്പ് വഴിയോ ഓൺലൈൻ വെബ് പോർട്ടൽ വഴിയോ ഓർഡർ ചെയ്യാം. നടപടി സംസ്ഥാനത്ത് ഈ മാസം 7 വരെ നിയന്ത്രണങ്ങൾ നീട്ടിയ സാഹചര്യത്തിൽ. 2020-21 GDP നിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞെന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം. രാജ്യം കടന്നുപോകുന്നത് കഴിഞ്ഞ 4 ദശാബ്ദങ്ങളിലും വെച്ച് ഏറ്റവും ഇരുണ്ട സാമ്പത്തിക വർഷത്തിലൂടെ. മോശം സാമ്പത്തിക അവസ്ഥയ്ക്കും കോവിഡും NDA സർക്കാരിന്റെ കഴിവുകേടെന്നും ചിദംബരം. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അരുൺ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുമെന്ന് സൂചന. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി തയ്യാറാക്കിയ പാനലിൽ അരുൺ മിശ്രയ്ക്ക് മുൻഗണന. പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നിയമനത്തെ എതിർത്തതായി റിപ്പോർട്ടുകൾ. ഈസ്റ്റേൺ കമാൻഡിൽ ചാർജ് എടുത്ത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ജനറൽ ഓഫീസർ കമാൻഡിംഗ് ചീഫായാണ് നിയമനം. ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ കമാൻഡർ ഇൻ ചീഫായാണ് നേരത്തെ സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ പാസിംഗ് ഔട്ട് പരേഡ് ഈ മാസം 12-ന് നടക്കും. കേഡറ്റുകളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും പരേഡ് കാണാൻ പ്രവേശനമില്ല. കോവിഡ് പശ്ചാത്തലത്തിലാണ് നടപടി. സാഗർ റാണ കൊലപാതക കേസിൽ അറസ്റ്റിലായ ഗുസ്തി താരം സുശീൽ കുമാറിന്റെ തോക്ക് ലൈസൻസ് റദ്ദാക്കും. നടപടി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ഡൽഹി പോലീസ്. മറാത്ത വിഭാഗത്തിന് പ്രത്യേക സംവരണം ഏർപ്പെടുത്താൻ മഹാരാഷ്ട്ര സർക്കാർ. മറ്റ് സംവരണാനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്ക് EWS സംവരണാനുകൂല്യം നൽകും. 8 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർ സംവരണത്തിന് അർഹരെന്ന് മന്ത്രി നവാബ് മാലിക്. അറസ്റ്റിലായ ടെലിവിഷൻ അഭിനേതാവ് കരൺ മെഹ്റയ്ക്ക് ജാമ്യം. മുംബൈ പോലീസാണ് നടനെ ജാമ്യത്തിൽ വിട്ടയച്ചത്. ഭാര്യയും ടെലിവിഷൻ നടിയുമായ നിഷ റവാലിനെ മർദ്ദിച്ചെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ്. അന്താരാഷ്ട്ര വാർത്തകൾ. ബ്രിട്ടനിൽ കോവിഡിന്റെ 3ാം തരംഗം ആരംഭിച്ചെന്ന മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരണമെന്ന നിർദ്ദേശം. 3ാം തരംഗത്തിൽ രോഗവ്യാപനം വേഗത്തിലാകാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ്. ലോകത്തെ കോവിഡ് വകഭേദങ്ങൾക്ക് ഗ്രീക്ക് അക്ഷരമാലയിലെ നാമങ്ങൾ നൽകിയ ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിൽ കണ്ടെത്തിയ B1617 വകഭേദം ഡെൽറ്റ എന്നറിയപ്പെടും. ബ്രിട്ടീഷ് വകഭേദം ആൽഫ, ദക്ഷിണാഫ്രിക്കൻ വകഭേദം ബീറ്റ, ബ്രസീലിന് വകഭേദം ഗാമ എന്നിങ്ങനെയാണ് ഇനി അറിയപ്പെടുക. കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തമാക്കി ദക്ഷിണ കൊറിയ. വാക്സിൻ സ്വീകരിച്ചവർക്ക് പൊതുവിടങ്ങളിൽ കൂടുതൽ ഇളവുകൾ. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ ജൂലൈ മുതൽ മാസ്ക് വയ്ക്കേണ്ടതില്ല. കൂടുതൽ വാക്സിനായി ജോൺസൺ ആൻഡ് ജോൺസണുമായി കരാർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സിറിയയിലെ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടത് 5 ലക്ഷം പേർ. കണക്ക് പുറത്തുവിട്ടത് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. യുദ്ധനിരീക്ഷണ യൂണിറ്റ് പുതുതായി കൂട്ടിച്ചേർത്തത് 1 ലക്ഷം മരണം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ മരണങ്ങൾക്കിടയാക്കുമെന്ന റിപ്പോർട്ടുകൾ. ലോക ജനസംഖ്യയുടെ 1/3 താപനിലയിലെ മാറ്റം കൊണ്ട് മരിക്കുമെന്ന് ജേണൽ നേച്ചർ ക്ലൈമറ്റ് ചേഞ്ച്. ഉയർന്ന ചൂട് മൂലം 1991 മുതൽ 2018 വരെ ജനസംഖ്യയുടെ 37% പേർ മരിച്ചെന്ന് റിപ്പോർട്ട്. ന്യൂസിലൻഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. സൗത്ത് ഐലൻഡിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം. 3 ദിവസത്തിനിടെ രേഖപ്പെടുത്തിയത് ഉയർന്ന മഴക്കണക്ക്. ഇറാനിൽ ആണവ പദ്ധതികൾ ശക്തിയാർജിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്ര സംഘടന. രാജ്യത്തെ യുറേനിയം സമ്പുഷ്ടീകരണം 16 മടങ്ങ് വർദ്ധിപ്പിച്ചെന്ന് കണ്ടെത്തൽ. അനുവാദമില്ലാതെ പുതിയ ആണവ പദ്ധതികൾ ഇറാൻ തുടങ്ങുന്നുണ്ടെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഭരണ സംവിധാനത്തിൽ പുതിയ ഭേദഗതിയുമായി ഉത്തര കൊറിയ. ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ അഭാവത്തിൽ പകരം ചുമതല ഫസ്റ്റ് സെക്രട്ടറിക്കെന്ന പുതിയ ഭേദഗതി. ഉത്തര കൊറിയയിൽ നിന്നുള്ള വെളിപ്പെടുത്താത്ത ഉറവിടത്തെ ഉദ്ധരിച്ച് വാർത്ത പുറത്തുവിട്ടത് ദക്ഷിണ കൊറിയൻ ന്യൂസ് ഏജൻസി യോൻഹാപ്. പ്രമുഖ ബ്ലോഗർ ക്യൂ സിമിങ്ങിനെ ജയിലിലടച്ച് ചൈന. നടപടി ഇന്ത്യ ചൈന സംഘർഷത്തിൽ മരിച്ച ചൈനീസ് സൈനികരുടെ എണ്ണം ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലെന്ന് പരാമർശിച്ചതിനെ തുടർന്ന് പ്രസ്താവന സൈനികരെ തരം താഴ്ത്തുന്നതാണെന്ന് പീപ്പിൾസ് ലിബറേഷൻ ആർമി. റെസിഡൻഷ്യൽ സ്കൂൾ വളപ്പിൽ 215 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഗോത്രവർഗ വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കും. സംഭവത്തിന് പിന്നിലെ സത്യം കണ്ടെത്തുമെന്നും ജസ്റ്റിൻ ട്രൂഡോ. സ്പോർട്സ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്വർണം. 91 കിലോഗ്രാം വിഭാഗത്തിൽ സഞ്ജിത് കുമാറാണ് നേട്ടം സ്വന്തമാക്കിയത്. 64 കിലോഗ്രാം വിഭാഗത്തിൽ ശിവധാപ്പയ്ക്ക് വെള്ളി. ഫൈനലിൽ മംഗോളിയൻ താരത്തോട് പരാജയപ്പെട്ടു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2ാം റൗണ്ടിൽ പ്രവേശിച്ച് സ്വിസ് താരം റോജർ ഫെഡറർ ഉസ്ബെക്കിസ്ഥാൻ താരം ഡെനിസ് ഇസ്റ്റോവിനെ ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തി. സ്കോർ 6-2, 6-4, 6-3.
ഹാഷ്മദുള്ള ഷാഹിദി അഫ്ഗാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, റഹമത്ത് ഷാ വൈസ് ക്യാപ്റ്റനാകും. മാറ്റം മാർച്ചിൽ സിംബാബ്വെക്കെതിരെ നടന്ന മത്സരങ്ങളിലെ തോൽവിക്ക് പിന്നാലെ. അർജന്റീനിയൻ സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറോ ഇനി ബാഴ്സലോണയിൽ. 2023 വരെയുള്ള കരാറിൽ താരം ഒപ്പുവെച്ചു. മാഞ്ചസ്റ്റർ സിറ്റി താരമായിരുന്നു. മുംബൈ സിറ്റി ഗോൾ കീപ്പർ അമരീന്ദർ സിംഗിനെ സ്വന്തമാക്കി ATK മോഹൻ ബഗാൻ. 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച് താരം. പുതിയ തീരുമാനത്തിൽ സന്തോഷമെന്ന് അമരീന്ദർ സിംഗ്. നോക്കാം പ്രാദേശിക വാർത്തകൾ. കോവിഡിനെതിരെ കുടുംബശ്രീ മിഷൻ നടപ്പാക്കുന്ന മിഷൻ കോവിഡ് 2021 ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം. തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, കില എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം തടയുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ചാല കേന്ദ്രീകരിച്ച് മിനി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് ആവശ്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാത്ത് ലാബ് തുറക്കാൻ നടപടി. തകരാറിലായ ഹൃദ്രോഗ ചികിത്സാ മെഷീൻ ഉടൻ പ്രവർത്തനക്ഷമമാക്കും. തകരാർ പരിഹരിക്കാൻ ബന്ധപ്പെട്ട കമ്പനിയുമായി 1 വർഷത്തെ കരാർ ഉണ്ടാക്കാനും തീരുമാനം. കടൽക്ഷോഭത്തിൽപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ച അതിഥി തൊഴിലാളിക്ക് ഗവർണറുടെ അഭിനന്ദനം. രാജ്ഭവനിലെത്തിയ ബംഗാൾ സ്വദേശി സുബ്രതോ ബിശ്വാസിനെ ഗവർണർ അഭിനന്ദിച്ചു. വിഴിഞ്ഞം തുറമുഖ മേഖലയിലെ കരാർ ജീവനക്കാരനാണ് സുബ്രതോ. കോവിഡ് വ്യാപനത്തിൽ തിരുവനന്തപുരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജോത് ഖോസ. 15 പഞ്ചായത്തുകളിൽ രോഗവ്യാപന തോത് കുറഞ്ഞു. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരും. മഴക്കാല ശുചീകരണം ഉടൻ പൂർത്തിയാകുമെന്നും കളക്ടർ. കൊല്ലം ജില്ലയിലെ കോവിഡ് വ്യാപനം കുറഞ്ഞ മേഖലകളിലെ അധിക നിയന്ത്രണം ഒഴിവാക്കിയത് ജില്ലാ കളക്ടർ. ഇളമ്പള്ളൂർ, നിലമേൽ, മൈലം, അലയമൺ, ഉമ്മന്നൂർ, കുണ്ടറ ഗ്രാമപഞ്ചായത്തുകളിലും പുനലൂർ മുനിസിപ്പാലിറ്റിയിലും ഏർപ്പെടുത്തിയിരുന്ന അധിക നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ആലപ്പുഴ ചിറമുക്കലിൽ വ്യാജമദ്യവും വാറ്റുപകരണങ്ങളുമായി 3 പേർ പിടിയിൽ. പ്രതികളിൽ നിന്ന് 20 ലിറ്ററോളം വ്യാജമദ്യം കണ്ടെടുത്തതായി ആലപ്പുഴ സൗത്ത് പോലീസ്. കോട്ടയം ഈരാറ്റുപേട്ട പ്ലാശനാലിൽ വ്യാജമദ്യ വിൽപ്പനയ്ക്കിടെ 3 പേർ പിടിയിൽ. കളത്തൂക്കടവ് സ്വദേശികളായ ദീപു രാജൻ, ശ്യാംലാൽ, മദ്യം വാങ്ങാനെത്തിയ തലപ്പലം സ്വദേശി മാത്യു എന്നിവർ കസ്റ്റഡിയിൽ. വ്യാജമദ്യവും വാറ്റുപകരണങ്ങളും പിടികൂടി. ലക്ഷദ്വീപ് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ പ്രതിഷേധം. BSNL ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ ധർണ. പ്രതിഷേധം സംഘടിപ്പിച്ചത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലകളിൽ വിവിധ സേനകളുടെ സംയുക്ത പരിശോധന. നടപടി അതിർത്തി മേഖലയിൽ വ്യാജമദ്യ നിർമ്മാണം വ്യാപകമായ സാഹചര്യത്തിൽ. പരിശോധന നടത്തിയത് ഇടുക്കിയിലെ അതിർത്തി പ്രദേശങ്ങളായ മന്തിപ്പാറ, മുങ്കിപ്പള്ളം എന്നിവിടങ്ങളിൽ. കൊച്ചി മധുര ദേശീയപാതയിലെ ഗ്യാപ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ പാറ കടത്തുന്നതായി പരാതി. അനധികൃതമായി മെറ്റൽ കടത്തിയ ലോറികൾ നെടുങ്കണ്ടത്ത് പിടിയിൽ. റോഡ് നവീകരണത്തിന്റെ മറവിൽ വൻ പാറ ഖനനം നടക്കുന്നതായി നാട്ടുകാർ. ചെല്ലാനം വൈപ്പിൻ പ്രദേശവാസികൾക്ക് സഹായഹസ്തവുമായി കോതമംഗലം ജനകീയ കൂട്ടായ്മയും ബിഷപ്പ് രഹിത കോതമംഗലവും. വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ പ്രദേശവാസികൾക്ക് കൈമാറി. കൊച്ചി MLA KJ മാക്സി, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർ സാധനങ്ങൾ ഏറ്റുവാങ്ങി. എറണാകുളം ജില്ലയിൽ ജനകീയ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി ഈ മാസം 5, 6 തീയതികളിൽ. പ്രവർത്തനം വിവിധ സംഘടനാ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച്. ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്ത് തൃശൂർ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. നിർധനരായ 200ഓളം പേർക്ക് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുനത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. SYS സംഘടിപ്പിക്കുന്ന വിത്തൊരുമ പദ്ധതിയുടെ തൃശൂർ തൃപ്രയാർ സോൺ തല ഉദ്ഘാടനം നിർവഹിച്ച് TN പ്രതാപൻ MP. പരിസ്ഥിതി ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി. വൃക്ഷത്തൈ നടൽ, അടുക്കളത്തോട്ടം, ജൈവവള നിർമ്മാണം തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ക്യാമ്പയിനിൽ നടപ്പാക്കുന്നത്. തൃശൂർ കയ്പമംഗലം സ്വദേശി ഗോപാലൻകുട്ടിക്ക് കുടുംബത്തിനും കൈത്താങ്ങായി എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. ചോർന്നൊലിച്ചിരുന്ന വീടിന്റെ കേടുപാടുകൾ പരിഹരിച്ചു. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ സ്വരൂപിച്ച 1 ലക്ഷം രൂപയോളം ചെലവിട്ടാണ് 5 ദിവസം കൊണ്ട് അടച്ചുറപ്പുള്ള ഭവനം പൂർത്തീകരിച്ചത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്ക് ആവശ്യമെങ്കിൽ KSRTC സർവീസ് നടത്തുമെന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ. തീരുമാനം വ്യവസായ സ്ഥാപനങ്ങൾക്ക് 50% ജീവനക്കാരുമായി പ്രവർത്തനാനുമതി നൽകിയതോടെ. പാലക്കാട് ജില്ലയിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ആരോഗ്യവകുപ്പ്. നടപടി ജില്ലയിൽ കോവിഡ് സമ്പർക്ക വ്യാപനം കൂടിയ സാഹചര്യത്തിൽ വീടുകളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്ത രോഗബാധിതർക്കായി 21 അധിക കരുതൽ കേന്ദ്രങ്ങൾ കൂടി സജ്ജമാക്കി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെ 6:20 പുറപ്പെടുന്ന കണ്ണൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ ഓടിത്തുടങ്ങി. കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 തിരികെ പുറപ്പെടും. എറണാകുളം കണ്ണൂർ മെമു സർവീസുകളും എറണാകുളം ഷൊർണൂർ മെമു സർവീസും പുനരാരംഭിച്ചു.
പാലക്കാട് വൻ കഞ്ചാവ് വേട്ട. തൃത്താല പണ്ടാരക്കുണ്ടിൽ അടഞ്ഞുകിടന്ന ഫാമിൽ നിന്ന് പിടികൂടിയത് 125 കിലോ കഞ്ചാവ്. തച്ചനംകുന്ന് സ്വദേശി അമീർ അബ്ബാസ് അറസ്റ്റിൽ. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ പുള്ളിപ്പുലി പശുവിനെ ആക്രമിച്ചു കൊന്നു. കഞ്ചിക്കോട് പയറ്റുകാട് പ്രദേശത്താണ് പുലി ഇറങ്ങിയത്. ഏതാനും ദിവസം മുൻപ് പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ചെൽസിയുടെ വിജയം ആഘോഷിച്ച് കൊണ്ടോട്ടി ചെൽസി ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ക്ലബ്. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ നടത്തിയത് വെർച്വലായി. ജോ പോളഞ്ചേരി, നൌഹ് നിർമ്മൽ, കമാൽ വരദൂർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. മലപ്പുറം തൃക്കണ്ണാപുരം CHCയിലേക്ക് പൾസ് ഓക്സിമീറ്ററുകൾ നൽകി വിദ്യാർത്ഥികൾ. ഓക്സിമീറ്ററുകൾ കൈമാറിയത് തവനൂർ കേളപ്പജി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ. CHCയിലെ മെഡിക്കൽ ഓഫീസ് ഡോക്ടർ വിജിത് വിജയ് പൾസ് ഓക്സിമീറ്ററുകൾ ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി KSTA പറപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി. മലപ്പുറം ഇരിങ്ങല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പൾസ് ഓക്സിമീറ്ററും മറ്റനുബന്ധ ഉപകരണങ്ങളും കൈമാറി. പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ദിവ്യ PT, ബ്രാഞ്ച് സെക്രട്ടറി AK നാദിർഷയിൽ നിന്നും ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലപ്പുറം താനൂർ നഗരസഭയിൽ പ്രമേയം. കൌൺസിൽ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് മുത്തേടത്ത് പ്രമേയം അവതരിപ്പിച്ചു. 7-നെതിരെ 37 വോട്ടോടെ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 18 ലക്ഷം രൂപ സംഭാവന നൽകി മിൽമ. മലബാർ മിൽമയുടെ വിഹിതമായി 15 ലക്ഷം രൂപയും മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ 3 ലക്ഷം രൂപയുമാണ് കൈമാറിയത്. മിൽമ മലബാർ യൂണിയൻ ചെയർമാൻ KS മണിയുടെ ഒരു മാസത്തെ ഓണറേറിയമായ 26,250 രൂപയും ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണിക്ക് കൈമാറി. കോവിഡ് വാക്സിൻ നൽകുന്നതിൽ അപാകതയുണ്ടെന്നാരോപിച്ച് കോഴിക്കോട് മാവൂരിൽ DYFI പ്രതിഷേധം. വാക്സിൻ കേന്ദ്രം ചെറുപ്പ ആശുപത്രിയിൽ നിന്ന് മാവൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റിയെന്ന് പ്രതിഷേധക്കാർ. വാക്സിൻ നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാണ് ആരോപണം. വാക്സിനേഷന് മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന വേണമെന്ന് കോഴിക്കോട് അഴിയൂർ പഞ്ചായത്ത് ഭരണസമിതി. പൊതുസ്ഥലത്ത് നിരന്തരമായി ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുൻഗണന നൽകണമെന്ന ആവശ്യം. വയനാട് പഴയവൈത്തിരിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പൊടുതന ലിനുവാണ് മരിച്ചത്. അജ്ഞാത വാഹനം ഇടിച്ചിട്ട വൈദ്യുതി പോസ്റ്റിലെ കമ്പികളിൽ കുടുങ്ങി ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. പിതാവ് ബെന്നി പരിക്കുകളോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. വയനാട് തവിഞ്ഞാലിൽ കമ്മ്യൂണിറ്റി നഴ്സ് നിയമന ഇന്റർവ്യൂ ഉപരോധിച്ച് LDF വാർഡ് മെമ്പർമാർ. വാഴാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ഇന്റർവ്യൂ ആണ് തടസ്സപ്പെടുത്തിയത്. ഇന്റർവ്യൂ ഏകപക്ഷീയവും സ്വജന പക്ഷപാതപരവുമാണെന്ന് ആരോപണം. കണ്ണൂർ ആറളം ഫാം മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു തുടരുന്നു. ഫാം ബ്ലോക്ക് 13 മാതൃകാ ക്ലസ്റ്റർ ആദിവാസി കൂട്ടായ്മ നടത്തുന്ന വാഴ കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത് 460 നേന്ത്രവാഴകൾ. കണ്ണൂർ ജില്ലയിൽ വനംവകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ സൗജന്യ വൃക്ഷത്തൈ വിതരണം. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 2 ലക്ഷം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം TI മധുസൂദൻ MLA നിർവഹിച്ചു. കാസർഗോഡ് കളക്ടറുടെ ദഫേദാറായി സേവനം ചെയ്ത K പ്രവീൺ രാജ് വിരമിച്ചു. 13 കളക്ടർമാരുടെ ദഫേദാറായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിരമിച്ചത് 25 വർഷത്തെ സേവനത്തിനു ശേഷം. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച തണൽക്കൂട് വാട്സാപ്പ് കൂട്ടായ്മ. കാസർഗോഡ് ദേലമ്പാടിയിൽ വീട്ടിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. ജനജീവിതം ദുസ്സഹമാക്കുന്ന ഭരണപരിഷ്കാരം റദ്ദു ചെയ്യണമെന്നും അഡ്മിനിസ്ട്രേറ്ററെ തിരികെ വിളിക്കണമെന്നും ആവശ്യം. പൾസ് ഓക്സിമീറ്റർ ചലഞ്ചിലേക്ക് തുക സമാഹരിക്കുന്നതിനായി മീൻ വിൽപ്പന നടത്തി DYFI പ്രവർത്തകർ. കാസർഗോഡ് ഭീമുങ്കാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മത്സ്യവിൽപ്പന. വീണ്ടും ന്യൂസിലേക്ക് നോക്കാം. എന്റർടൈൻമെന്റ് ന്യൂസ്. ജോജു ജോർജ് പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രം ജഗമേ തന്തിരത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധനുഷാണ് നായകൻ. ഐശ്വര്യ ലക്ഷ്മി, കലയരശൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഗോവിന്ദ് പത്മസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നവാഗതനായ പ്രശാന്ത് ശശി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജിൻസ് വർഗീസാണ്. വിദ്യാബാലൻ നായികയായി എത്തുന്ന ബോളിവുഡ് ചിത്രം ഷെർലിയുടെ ടീസർ പുറത്ത്. ചിത്രം ജൂണിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യും. ഏറെ ശ്രദ്ധ നേടിയ ന്യൂട്ടൺ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അമിത് മൻസൂർക്കറാണ് സംവിധാനം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തക പോലീസ് ഉദ്യോഗസ്ഥനെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നുവെന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത് 2018 ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്ന സംഭവത്തിന്റെ ചിത്രമാണ്. മെയ് 26 ആകാശത്ത് ദൃശ്യമായ സൂപ്പർ മൂണിന്റേത് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വീഡിയോ പ്രചരിക്കുന്നു. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജറി എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വീഡിയോയാണിത്. ഇത്തരം വീഡിയോകൾ നിർമ്മിക്കുന്ന CGI ആർട്ടിസ്റ്റാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. സൂപ്പർ മൂണിന് ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച വീഡിയോ മെയ് 26-ലേതല്ല.
ഇപ്പോൾ കിട്ടിയത്. രാജസ്ഥാനിൽ 1.66 കോടി ജനങ്ങൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചെന്ന കണക്കുകൾ മെയ് 28 വരെയുള്ള കണക്കുകളാണ് സർക്കാർ പുറത്തുവിട്ടത്. പാലായിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് തീയണച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 3 കിലോ സ്വർണ്ണമിശ്രിതവുമായി 2 യാത്രക്കാർ പിടിയിൽ. ശരീരത്തിലും കാർഡ്ബോർഡ് ബോക്സിന്റെ പാളികളിലും ഒളിപ്പിച്ചായിരുന്നു സ്വർണം കടത്താൻ ശ്രമിച്ചത്. പിടിയിലായത് കോഴിക്കോട്, എറണാകുളം സ്വദേശികൾ. ഇടുക്കി മറയൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ CPO രതീഷിന്റെ നില ഗുരുതരം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മാസ്ക് വയ്ക്കാത്തത് ചോദ്യം ചെയ്തതിനാണ് രതീഷിന് മർദ്ദനമേറ്റത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ നടത്തിപ്പിൽ ഇടപെട്ട് പ്രധാനമന്ത്രി. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാധ്യമായ വഴികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രധാനമന്ത്രിയെ അറിയിക്കും. ഹഡ ന്യൂസ് പൂർത്തിയാകുന്നു.